ഹരിയാന കോൺഗ്രസിന് വലിയ തിരിച്ചടി സമ്മാനിച്ചൊരു സംസ്ഥാനമാണ്. BJP ദുർഭരണത്തിന് അറുതി വരുത്തി ഹരിയാന കോൺഗ്രസിന്റെ കൈപിടിക്കുമെന്നാണ് ഏവരും കരുതിയത്. എന്നാൽ വലിയ തോൽവിയാണ് അവിടെ കോൺഗ്രസിനെ കാത്തിരുന്നത്. BJP തുടർഭരണം ഉറപ്പിക്കുകയും ചെയ്തു. രാജ്യം മുഴുവൻ ശ്രദ്ധ കൊടുത്ത കർഷക സമരമടക്കം അരങ്ങേറിയ ഒരു സംസ്ഥാനം കൂടിയായിരുന്നു ഹരിയാന. കർഷകരും ഗുസ്തി താരങ്ങളും ഒന്നടങ്കം അവിടെ BJPയെ തറപറ്റിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ അടക്കം വിധി എഴുതിയത്. എന്തായാലും തുടർഭരണം BJP ഉറപ്പിച്ച ഹരിയാനയിൽ ക്രമസമാധാന നില കൂടിയാണ് ഇപ്പോൾ തകർന്നടിഞ്ഞത്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളെ അടക്കം തെരഞ്ഞു പിടിച്ചു കൊലപ്പെടുത്തുന്ന ഒരു പ്രവണതയാണ് ഹരിയാനയിൽ കണ്ടുവരുന്നത്. ഏറ്റവും ഒടുവിലായി കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവിനെ കൊലപ്പെടുത്തി മൃതദേഹം സൂട്ട് കേസിലാക്കി ഉപേക്ഷിച്ച സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന ഹരിയാനയിൽ ജനജീവിതം ദുസ്സഹമായതിന്റെ തെളിവാണ് ഈ കൊലപാതകം എന്ന് പറയേണ്ടി വരും. പ്രതിപക്ഷ ബഹുമാനം ലവലേശം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഹരിയാനയിൽ പലപ്പോഴും പ്രതിപക്ഷത്തിന്റെ വായ മൂടിക്കെട്ടുന്ന ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഈ നിസ്സഹായ അവസ്ഥ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള അതിക്രമം കോൺഗ്രസിന് നേരെ ഉയരുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് യുവതിയുടെ കൊലപാതകം. ഹരിയാന റോത്തക് ജില്ലയിലെ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നാണ് കോൺഗ്രസ് പ്രവർത്തകയുടെ മൃതദേഹം സൂട്ട് കേസിലാക്കിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സോനാപത്ത് ജില്ലയിൽ നിന്നുള്ള 22-കാരിയായ ഹിമാനി നർവാളിന്റെ മൃതദേഹമാണ് ഇങ്ങനെ ദാരുണമായ ഒരു അവസ്ഥയിൽ കണ്ടെത്തിയത്. ഹിമാനി നർവാളിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞതിന് പിന്നാലെ പ്രതിപക്ഷ പ്രതിഷേധം ഹരിയാനയിൽ കനക്കുകയാണ്. കാരണം ഹരിയാനയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ അതവിടെ എത്തിച്ചേർന്നപ്പോൾ രാപ്പകൽ പങ്കാളിയായ വനിതാ നേതാവാണ് നർവാൾ. അന്ന് രാഹുൽ ഗാന്ധിക്കൊപ്പം ചിത്രങ്ങൾ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഈ യുവതി പങ്കുവച്ചിരുന്നു. ആ ചിത്രങ്ങൾ ഏറെ വൈറലാവുകയും ചെയ്തതാണ്. കോൺഗ്രസ് റാലികളിലും സമൂഹ പരിപാടികളിലും ഹരിയാനയിലെ നാടോടി കലാകാരന്മാർക്കൊപ്പം അഭിനയിച്ചിട്ടുള്ള നർവാളിനെ ഇന്നലെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാംബ്ലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് 200 മീറ്റർ അകലെ ഉപേക്ഷിക്കപ്പെട്ട സൂട്ട് കേസ് യാത്രക്കാർ ശ്രദ്ധയിൽപ്പെടുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. ഇത് തുറന്നു നോക്കിയപ്പോഴാണ് കഴുത്തിൽ മുറിവേറ്റ പാടുകളോടെ നർവാളിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് കരുതുന്നു റോത്തക് പോലീസ് സണ്ണി ലൂറ അറിയിച്ചിട്ടുണ്ട്. തെളിവെടുപ്പിനായി ഫോറൻസിക് സംഘത്തെ സംഭവ സ്ഥലത്തേക്ക് വിളിച്ചതായി സാംബ്ലെ പോലീസ് സ്റ്റേഷൻ നിന്നുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നു. മറ്റെവിടെങ്കിലും വെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം ഉപേക്ഷിച്ചതാകാമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് സൂട്ട് കേസ് ആരാണ് ഉപേക്ഷിച്ചതെന്ന് കണ്ടെത്താനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസും നടത്തുന്നത്. നർവാളിന്റെ കൊലപാതകത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഞെട്ടലും രോഷവും പ്രകടിപ്പിച്ചിരിക്കുന്നു. ഈ കൊലപാതകത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുകയാണ് പോലീസ് ചെയ്യുന്നത്. നീതി വേഗത്തിൽ ഉറപ്പാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് കോൺഗ്രസ് MLA ഭരത് ഭൂഷൺ ബത്ര റോത്തക്കിലെ പോലീസ് സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഈ കൊലപാതകം സംസ്ഥാനത്തിന്റെ ക്രമസമാധാനത്തിന് കളങ്കമെന്ന് ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു. എന്തായാലും പ്രതിയെ കണ്ടെത്തും വരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം.